ഇന്ന് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ PRDയുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരസ്യം കാണാനിടയായി. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ വേലയാണ്. ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, ചില മലയാളം പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ PRDയുടേതായ പരസ്യം കൊടുക്കുകയാണ്. അത് ദേശാഭിമാനിയിൽ തയ്യാറാക്കി ഈ പരസ്യങ്ങൾ ഇവർക്ക് നൽകുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നല്ല കാര്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഇത് അധികാര ദുർവിനിയോഗവും ധൂർത്തുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PRDയുടെ പണം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല. ഇവർ കാണിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. ഒരു കാലത്ത് ഒരു സംസ്ഥാനത്തും ഉണ്ടാകാത്ത നിലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി CPMനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോടാനുകോടി രൂപ ഈ മിസ്യൂസ് ചെയ്യുന്നത്. എല്ലാ ദിനപത്രങ്ങളും കൊടുത്തില്ല, അത് നല്ല കാര്യം. പക്ഷേ പരസ്യത്തിന്റെ പ്രലോഭനത്തിൽ വസ്തുതകളെ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് PRDയും ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരിക്കും അവർക്ക് ഉത്തരവാദിത്തം. സർക്കാരുകൾ മാറി മാറി വരും. ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാര്യം പറഞ്ഞുകൊണ്ട് വളരെ മ്ലേച്ഛമായ തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ ദേശാഭിമാനി തയ്യാറാക്കി കൊടുക്കുന്ന അതേ പരസ്യം അതുപോലെ ഇടുക. അത് പരസ്യമാണെന്ന് പോലുമില്ല. ആളുകൾ ധരിക്കുന്ന എന്താ ഇത് വാർത്തയാണെന്നാണ്. പരസ്യം പോലുമല്ല. സ്പോൺസർ എന്ന് എഴുതണ്ടേ, അതെഴുതുന്നില്ല. PRDയുടെ ആണെന്ന് താഴെ കുറിപ്പ് കൊടുക്കണ്ടേ, അത് കൊടുക്കുന്നില്ല. എന്ത് മര്യാദകേടും കാണിക്കാമെന്നുള്ള നിലയിലേക്ക് PRD ഡയറക്ടർ അധപ്പതിക്കുകയാണ്. ഇയാൾ പണ്ട് കണ്ണൂർ കളക്ടറായിരുന്നു. കണ്ണൂർ കളക്ടറുടെ ആ കാലത്തും ഇത് CPMന്റെ ദാസ്യവേല ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പാദസേവ എന്തുകൊണ്ടിരുന്ന ആളാണ് ഈ മര്യാദകേട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളും ഞങ്ങൾ മുന്നോട്ട് പോകും. അധാർമികമായ ഈ നിലപാട് ജനങ്ങൾ തിരിച്ചറിയണം. ഒരു മര്യാദയുമില്ലാതെ കേരളത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഏകപക്ഷീയമായി CPMനെ LDFനെ സഹായിക്കാൻ വേണ്ടി, വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ളത് ജനങ്ങൾ അറിയുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തെല്ലാം വാർത്തകൾ ഞാൻ ചോദിക്കട്ടെ, അതെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരെ എത്രയോ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, എന്നാൽ അതുകൂടെ കൊടുക്കട്ടെ. കഴിഞ്ഞ 1 പിണറായി ഗവൺമെന്റിനെതിരെ എന്തെല്ലാം വാർത്ത വന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നില്ല, അതെന്താ കൊടുക്കാത്തെ? അതുകൂടെ കൊടുക്കട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ മാത്രം എടുത്തു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട 1 പിണറായി സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ. അതല്ല ഞാൻ പറയുന്നത്. ഇയാളെന്ത് പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? പവർ കട്ടിലുള്ളതല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാ പിന്നെ 1 പിണറായി ഗവൺമെന്റ് കാലത്ത് ചെയ്ത എല്ലാ തെറ്റുകളും പത്രത്തിൽ വന്ന് അതുകൂടെ കൊടുക്കട്ടെ. PRD നിഷ്പക്ഷമായി പ്രവർത്തിക്കണ്ടേ? എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരുടെയും പണമല്ലേ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ PRDയുടെ പണം?
അതാണ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമാണോ? ഒരു മര്യാദ വേണം ഇത് കാണിക്കുന്നതിന്. എന്തും ചെയ്തു കളയാം എന്ന് ആരും ചോദിക്കാനില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.